ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ BS Dreams. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ ഈ കാണുന്ന അമരി ചെടിയെക്കുറിച്ചുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്തിനും മറ്റൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഔഷധ സസ്യമാണ് നമ്മുടെ അമരി എന്ന് പറയുന്നത്. ഇത് നീലാമരി പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു ചെടി നമ്മൾ റീപോർട്ട് ചെയ്ത് വയ്ക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ ചെറിയ തൈകളായിരുന്നു നമ്മൾ ഇളക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം നല്ല വലിപ്പത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ ഒരു ചെടിയുടെ കുറച്ച് ഔഷധ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ നോക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ നടീൽ രീതി, പരിപാലനം, മെയിനായിട്ട് നമ്മൾ ഈ ഒരു ചെടിക്ക് കൊടുക്കേണ്ട വളപ്രയോഗങ്ങൾ എന്തൊക്കെയാണ്, അപ്പോൾ അതൊക്കെ എന്താണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ദയവേത് ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒറിജിനൽ നീലാമരി ചെടി എന്ന് പറയുന്നത്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള നല്ലൊരു പ്ലാന്റ് ആണ്. അപ്പോൾ നമ്മളിതിട്ട് ഇതിൻ്റെ ലീഫുകൾ, ഒരുപാട് ലീഫാണ് മെയിനായിട്ടുള്ള ഔഷധം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ലീഫ് നമ്മൾ എണ്ണ കാച്ചാനും മറ്റുമൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ നന്നായിട്ട് തലമുടി വളരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഔഷധ സസ്യമാണ് ഈ നീലാമരി എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ഒരു അമരി പ്ലാന്റിന് കൊടുക്കുന്ന റീപോട്ടിങ്, മെയിനായിട്ടും പോട്ടിംഗ് മിക്സ് എന്തൊക്കെയാണെന്ന് നോക്കിയായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ പോട്ട് ചെയ്ത് വെച്ച പ്ലാന്റാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് മിക്ക പ്ലാന്റ് നഴ്സറികളിലും മറ്റൊക്കെ വാങ്ങിക്കാനും അവൈലബിൾ ആണ്. ഞാൻ ഈ ഒരു ചെടി പ്രൊപ്പഗേറ്റ് ചെയ്തത് ഇതിൻ്റെ സീഡുകൾ കളക്ട് ചെയ്ത് വെച്ചിട്ടാണ്. അപ്പോൾ കൂടുതൽ ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ സീഡ് വെച്ചിട്ട് തന്നെയാണ്. ഈ ഒരു അമരി ചെടിയിൽ ഞാൻ മെയിനായിട്ട് എടുത്ത പോട്ടി മിക്സ് എന്ന് പറയുന്നത് നന്നായിട്ട് ഉണങ്ങിയ ചാണകപ്പൊടി, കുറച്ച് മണൽ, നമ്മുടെ നോർമൽ ഗാർഡൻ സോയിൽ, വളങ്ങളൊന്നും ആഡ് ചെയ്യാത്ത ഗാർഡൻ സോയിൽ. അപ്പോൾ ഞാൻ വിത്ത് കുറച്ച് വേറൊരു ഭാഗത്ത് പാവി വെച്ചതിന് ശേഷം ഇളക്കി നടുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് വളങ്ങൾ ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ചുവട് ഭാഗം ഒന്ന് ഇളക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ഒരു പ്ലാന്റിൻ്റെ ചുവട് ഭാഗം ഇളക്കിയിട്ട് ഉണങ്ങിയ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ വളങ്ങൾ, ലിക്വിഡ് ഫോമിലുള്ള വളങ്ങൾ കൊടുക്കുന്നതായിരിക്കും നമ്മുടെ പ്ലാന്റ്സിന് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും. പച്ച ചാണകവും കഞ്ഞിവെള്ളം കൂടിയൊക്കെ ഒഴിച്ച് വെച്ചിട്ട് അത് പുളിപ്പിച്ച് നമ്മൾ ഈ ഒരു പ്ലാന്റിൻ്റെ ചുവട്ടിൽ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്, നല്ലൊരു വളമാണ്. അതുപോലെ തന്നെ വേപ്പ് മുണ്ണാക്ക് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതും ഡൈല്യൂട്ട് ചെയ്ത് 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം ഡൈല്യൂട്ട് ചെയ്ത് നമ്മുടെ ഈ ഒരു ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ഗ്രോത്ത് കിട്ടുന്ന വളമാണ്. അപ്പോൾ ഈ വളങ്ങളൊക്കെ നമുക്ക് നമ്മുടെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചതും മറ്റൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളങ്ങളാണ്, ഓർഗാനിക്കാണ്. അതായത് ഇതുപോലെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ ലീഫിൻ്റെ അറേഞ്ച്മെൻറ്റ് വരുന്നത്. അപ്പോൾ അമരി ചെടി നമുക്ക് ഗ്രോ ബാഗുകളിൽ വേണമെങ്കിൽ അതുപോലെ നിലത്തും വളർത്തിയെടുക്കാവുന്ന പ്ലാന്റ് ആണ്. അത്യാവശ്യം നന്നായിട്ട് പടർന്ന് വിശാലമായിട്ട് നിൽക്കുന്ന ചെടിയാണ്. അപ്പോൾ ഒരു ഗ്രോ ബാഗിൽ 2 ചൂടോളം നമുക്ക് നടാവുന്നതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്നൊരു പ്ലാന്റാണ് നമ്മുടെ നീലാമരി എന്ന് പറയുന്നത്. ഇതിലെല്ലാം ഇപ്പോൾ ബ്രാഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാന്റൊക്കെ ഞാൻ കവറുകളിൽ നട്ടുപൊടിപ്പിച്ച് നിർത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം നമുക്കിനി ഗ്രോ ബാഗുകളിലേക്ക് മാറ്റി കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്ലാന്റ് മറ്റൊരു പ്രത്യേകത, അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്ത് നമ്മളിത് നടുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളരുന്നത്. അതുപോലെ ഡെയിലി നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുക്കുകയും വേണം. അപ്പോൾ അത്യാവശ്യം നല്ല റൂട്ടുള്ളൊരു പ്ലാന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വളങ്ങൾ പ്രോപ്പറായിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു നീലാമരി ചെടി നമ്മൾ നിലത്താണ് നടുന്നതെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നമ്മളിൻ്റെ ചുവടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാനും ശ്രദ്ധിക്കണം. അപ്പോൾ നീലാമരി എന്നുള്ള രീതിക്ക് മറ്റ് നമ്മളെ നഴ്സറികളിലൊക്കെ അല്ലാത്ത പ്ലാന്റ്സ് വിൽക്കുന്നുണ്ട്, ഏകദേശം ഈ ഒരു പ്ലാന്റുമായിട്ട് സിമിലാരിറ്റി ഉള്ള പ്ലാന്റ്സ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഇതാ കണ്ടോ, ഇതിൽ വരുന്ന ലീഫ് എന്ന് പറയുന്നത് ഇവിടെ 11 ലീഫാണ് വരുന്നത്. അതുപോലെ ചില സെക്ഷനിൽ 9 ലീഫും വരുന്നുണ്ട് കേട്ടോ, 9, 11. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു ലീഫിൻ്റെ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അത് നോക്കി വേണം നമ്മൾ പ്ലാന്റ്സ് വാങ്ങിക്കാനായിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റെമ്മിന് ലൈറ്റ് ഒരു ഡാർക്ക് കളർ കണ്ടോ, ചെറുതായിട്ടൊരു ഡാർക്ക് ഷെയ്ഡ് വരുന്നുണ്ട്, ഗ്രീൻ കളർ അല്ല വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നീലാമരി പ്ലാന്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു പ്ലാന്റ് ഈ ഒരു സൈസിലാകുമ്പോൾ നമ്മൾ ഇതിന് ലീഫൊന്നും എടുക്കരുത്. കുറച്ചുകൂടെയൊക്കെ പ്ലാന്റ് ഒന്ന് ഹെൽത്തി ആയതിനു ശേഷം, കുറച്ച് വലിപ്പത്തിലായതിനു ശേഷം മാത്രം ഇതിന് നമ്മൾ ലീഫുകൾ എടുക്കാവൂ. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫ് നമ്മൾ നന്നായിട്ട് എടുക്കുകയാണെങ്കിൽ താളി പോലെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ തലമുടിക്ക് നല്ല ഡാർക്ക് കളർ കിട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ നാച്ചുറൽ ഡൈ ആയിട്ടൊക്കെ നമ്മൾ നീലാമരിയുടെ ലീഫുകൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അടിപൊളി ഒരു ഔഷധ സസ്യമാണ്. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു പ്ലാന്റ് തന്നെയാണ് നീലാമരി എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ പോട്ടി മിക്സും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നടിയൽ രീതിയും കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർ നമ്മുടെ ചാനലിൽ ഡീറ്റെയിൽഡ് വീഡിയോ കിടപ്പുണ്ട്. അപ്പോൾ ജസ്റ്റ് അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കയറി കാണുക. എവിടെയും കുറച്ച് പ്ലാന്റ്സ് അതുപോലെ ഞാൻ കവറിലായിട്ട് നട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഗ്രോ ബാഗുകളിൽ ഇളക്കി നട്ടിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇവിടെ നിലത്ത് ഞാൻ നട്ടിട്ടുള്ളൊരു അമരി പ്ലാന്റാണ് ഈ കാണുന്നത് കണ്ടോ. അപ്പോൾ അതുമൊക്കെ ശിഖരങ്ങളായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല വെയിലുള്ള ഭാഗത്ത് വേണം നമ്മൾ നട്ട് വെക്കാനായിട്ട്. അതുപോലെ ഡെയിലി നനച്ചു കൊടുക്കുകയും വേണം. അപ്പോൾ നമ്മുടെ ഈ ഒരു അമരി ചെടിയിൽ പൂക്കൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പത്തിലായിട്ടാണ് നമ്മുടെ ഇതിൽ സാധാരണ പൂക്കൾ ഉണ്ടാകുന്നത്. അപ്പോൾ പിങ്ക് കളറിലുള്ള ചെറിയ പൂവുകളാണ് നമ്മുടെ ഈ ഒരു ചെടിയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് അതിൽ നിന്ന് ആ ഒരു പൂക്കൾ മാറിയിട്ടാണ് സീഡ് ആവുന്നത്. അപ്പോൾ അതാണ് നമ്മൾ പ്രൊപ്പഗേഷനായിട്ട് മെയിനായിട്ട് എടുക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ നമ്മുടെ നീലാമ്പരി ചെടിക്ക് നമുക്ക് ഏത് തരത്തിലുള്ള വളങ്ങൾ കൊടുക്കാവുന്നതാണ്. നമുക്ക് കിച്ചണിൽ നിന്ന് കിട്ടുന്ന മുട്ടത്തോടും ഉള്ളിത്തൊലിയും പഴത്തൊലിയും മറ്റുമൊക്കെ നമുക്ക് ഉണക്കി നമ്മുടെ ഈ ഒരു പ്ലാന്റ്സിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ച് ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുത്താലും മതിയാവും. അപ്പോൾ ഇത്തരത്തിലുള്ള വളങ്ങൾ നല്ല ബെസ്റ്റ് വളങ്ങളാണ്. നമ്മുടെ പ്ലാന്റ്സ് നല്ല ഗ്രോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്ന് നമുക്ക് നന്നായിട്ട് തന്നെ നമ്മുടെ നീലാമ്പരി ചെടി വീട്ടിൽ വളർത്തിയെടുക്കാവുന്നതാണ്. ബിഗിനേഴ്സിന് പോലും ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ്. അപ്പോൾ നമ്മുടെ ആമ്പരി ചെടി നിൽക്കേണ്ട ബാക്ക്ഗ്രൗണ്ട് ഇതാ കണ്ടോ, ഇത് കണ്ടോ, ഞാൻ ബന്ദിയുടെ വിത്ത് കുറച്ച് പാകി നിർത്തിയിരുന്നതാണ്. അപ്പോൾ അതെല്ലാം പൊടിച്ച് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ നിങ്ങളെ കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. കണ്ടോ, എല്ലാ വിത്തും പൊടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് ഇളക്കി നടുകയാണെങ്കിൽ നന്നായിട്ട് പൂക്കൾ തരുന്ന ഒരു ചെടിയാണ്. ഈ ബന്ദി ചെടിക്കൊക്കെ മെയിനായിട്ട് നമ്മൾ ലിക്വിഡായിട്ടുള്ള ചാണകച്ചെള്ളി ഒഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വളം. ഒരുപാട് പൂക്കൾ തരും. അത്യാവശ്യം ഈ പ്ലാന്റ്സ് എല്ലാം ഇളക്കി നടാറായിട്ടുണ്ട്. ജസ്റ്റ് ഞാനിതിപ്പോൾ കണ്ടുകൊണ്ട് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ നീലാമ്പരി ചെടിയെക്കുറിച്ച് പറയാനായിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.